നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ ഒരു ഭാര്യയും ഭർത്താവും റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. അപ്പോൾ തുടക്കത്തിൽ അവരുടെ ശരീരങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കാത്ത രീതിയിൽ ചിന്നിച്ചിതറിപ്പോയിരുന്നു. പക്ഷേ ആ മൃതശരീരത്തിൽ ആണിൻ്റേതെന്ന് തോന്നിക്കുന്ന പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നൊരു ബൈക്കിൻ്റെ ചാവി കിട്ടുകയും താക്കോൽ കിട്ടുകയും ആ ബൈക്ക് സമീപത്ത് തന്നെ റെയിൽവേ ട്രാക്കിന് സമീപം മറിഞ്ഞു കിടക്കുന്നത് കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്നാണ് ആളുകൾ ആരാണെന്ന് മനസ്സിലായത്. ആളുകൾ രവികുമാർ, 43 വയസ്സുള്ള രവികുമാറും അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീഷയും 33 വയസ്സുകാരി ശ്രീഷയുമായിരുന്നു. അവരെ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് 20 ലക്ഷത്തോളം രൂപ ഈ രവികുമാർ ഒരു സംരംഭത്തിൽ നിക്ഷേപിക്കുകയും ആ സംരംഭം ഒരു തട്ടിപ്പായി പരിണമിക്കുകയും അതിൽ വലിയ സാമ്പത്തിക നഷ്ടം ഈ കുടുംബത്തിനുണ്ടാവുകയും ചെയ്തു. അതേ തുടർന്ന് വലിയ മനോവ്യഥയിലായിരുന്നു ഇവർ എന്നുള്ളതാണ്. സാമ്പത്തിക ഞെരുക്കം ആ കുടുംബത്തിനുണ്ടായിരുന്നു, സത്യമാണ്. പക്ഷേ അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ഇതൊരു ആത്മഹത്യയാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തതിന് തുടർന്ന് പോലീസ് ഏതാണ്ട് ഒരു തീരുമാനത്തിലെത്തി എന്നുള്ള അവസ്ഥയിലാണ്. ഈ ദമ്പതികൾക്ക് 2 ആൺകുട്ടികളാണ്. അതിൽ മൂത്ത കുട്ടിക്ക് 14 വയസ്സ്. ആ മകൻ ഒരു ആരോപണം ഉന്നയിക്കുന്ന 14 വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് ആലോചിക്കണം. അവരുടെ അയൽക്കാർ അവരും 2 ദമ്പതികളാണ്. അവരുടെ പേരിപ്പോൾ പോലീസ് പുറത്തു വിടരുത് എന്നുള്ളൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. എന്നാലും ഈ ദിവസം തീരുന്നതിന് മുമ്പ് ആ പേര് പുറത്തു വിട്ടേ മതിയാകുള്ളൂ. ഉറപ്പിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് പോലീസ് അവരെ കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ തത്വമയി ന്യൂസ് ആ പേര് പുറത്തു വിടുന്നതാണ്. ആ ദമ്പതികൾ ഇവരുമായി ആദ്യകാലങ്ങളിൽ തുടക്കത്തിൽ വലിയ സൗഹൃദത്തിലായിരുന്നു. പിന്നെ പതിയെ ഇവരിൽ നിന്ന് സാമ്പത്തിക സഹായമെല്ലാം ഈ ഒരു വ്യവസായ സംരംഭത്തിലേക്ക് ഇവരുടെ ഒരു 20 ലക്ഷം രൂപ പോകുന്നതിന് പോലും അവരാണ് കാരണമെന്ന് പറയപ്പെടുന്നു. അത്ര വിശ്വാസത്തിലും സൗഹൃദത്തിലുമാണ് ഈ 2 കുടുംബങ്ങളും. ഒരു മതിലിനപ്പുറവും ഇപ്പുറവും കഴിയുന്ന കുടുംബങ്ങളെന്ന് വേണമെങ്കിൽ കരുതിക്കുള്ളൂ അവർ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മൂത്ത മകൻ്റെ മൊഴിപ്രകാരം അല്ലെങ്കിൽ ആരോപണങ്ങൾ പ്രകാരം ആ കുടുംബം പതിയെ ഇവരെ ഒരു സാമ്പത്തിക കുരുക്കിലാക്കിയതിന് ശേഷം മതപരിവർത്തനത്തിന്, ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതിന് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ആ നിർബന്ധം എന്നുള്ളത് മാനസിക സമ്മർദ്ദത്തിലേക്ക് ആദ്യം എത്തി. പിന്നീട് ഒരുപക്ഷെ പലരെയും കൊണ്ട് ഈ പണത്തിൻ്റെ പേരിൽ, പണം തിരിച്ചു വാങ്ങാനുള്ളവരുടെ പേരിൽ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളായോ ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആരോപണങ്ങളായി തന്നെ പുറത്തു വരുന്നു. അപ്പുറത്തുള്ള ഈ മതപരിവർത്തനത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്ത ദമ്പതികളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നവർ പട്ടികജാതിയിൽപ്പെട്ടവരാണ്. ഇവർ പിന്നോക്ക ജാതിയിൽപ്പെട്ടവരാണ്, ഈ ആത്മഹത്യ ചെയ്ത ദമ്പതികൾ. ഇത് തെലങ്കാന പോലീസ് പുറത്തുവിട്ട വിവരമാണ്. അവരുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടെന്നല്ല, അവർ മാധ്യമങ്ങളോട് പങ്കുവച്ച വിവരങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ മതപരിവർത്തന മാഫിയ തെലങ്കാനയിലുണ്ടോ എന്ന് ചോദിച്ചാൽ തെലങ്കാനയിലും തമിഴ്നാട്ടിലും കേരളത്തിലും കാര്യമായിട്ട് തന്നെയുണ്ട്. ആ ഓർഡറിൽ തമിഴ്നാടും തെലങ്കാനയും കട്ടയ്ക്ക് കട്ട നിൽക്കും. ആരാണ് വലിയ മാഫിയ എന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ. കേരളത്തിൽ ഇവർ കുറച്ചുകൂടി ഒരു നിശബ്ദ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നിശബ്ദ പ്രവർത്തനം എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് കേൾക്കുമ്പോൾ ഈ കവലയ്ക്ക് കവല നിന്ന് എനിക്കുണ്ടേലെന്ന എനിക്ക് ഇല്ലേലെന്ന പാടുന്നതാണോ നിശബ്ദ പ്രവർത്തനമെന്ന് നിങ്ങൾ ചോദിക്കരുത്. അതവരുടെ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയറാണ്. എന്നാൽ ഈ മതപരിവർത്തനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള മാഫിയ ക്രിയകൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ വളരെ പരസ്യമായി അവരിവിടെ ചെയ്യാറില്ല. തമിഴ്നാട്ടിലും തെലങ്കാനയിലും വളരെ ഒരു ഗുണ്ടായിസം എന്നുള്ള രീതിയിൽ തന്നെ ഇവർ പ്രവർത്തിക്കാറുണ്ട്. ആ ഒരു രീതിയിൽ സംഘടിതമായി തന്നെ ഇവർ പ്രവർത്തിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഘത്തിൻ്റെ സ്വാധീനവും അത്തരത്തിലുള്ള സംഘത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഭീഷണികളോ ഈ ദമ്പതികളുടെ ആത്മഹത്യയിൽ അല്ലെങ്കിൽ ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്ന് തെലങ്കാന പോലീസ് സംശയിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ആ ഒരു സംശയം പോലും പ്രാരംഭ നിലയിലാണ്. കാരണം 14 വയസ്സുള്ളൊരു പയ്യൻ്റെ മൊഴിയിൽ നിന്ന് വേണം ഈ സംശയം തുടങ്ങാൻ, അല്ലെങ്കിൽ ആ സംശയത്തിൻ്റെ പിന്നാലെ അന്വേഷണങ്ങൾ തുടങ്ങുവാൻ. ഈ 14 വയസ്സുള്ള പയ്യൻ്റെ മൊഴി എന്ന് പറയുന്ന ആ മകൻ്റെ മൊഴി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് ഒരു വികാരങ്ങൾ ഒരു വശത്തേക്ക് ഒരു നിമിഷം മാറ്റി നിർത്തി പോലീസിൻ്റെ ഒരു വീക്ഷണകോണിൽ നോക്കിയാൽ ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. 14 വയസ്സുള്ളൊരു പയ്യന് നുണ പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നുണ പറയുവാൻ അത്രത്തോളം ഒരു ലോകപരിചയം അവനുണ്ടാകില്ല എന്നുള്ള ഒരു അസംഷനിൽ പോലീസിന് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഈ 14 വയസ്സുള്ളൊരു പയ്യൻ്റെ മൊഴി വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ഇതിൽ അസത്യം
ഈ പറഞ്ഞതിൽ വാസ്തവമൊന്നുമില്ല എന്ന് തെളിയുകയും ചെയ്താൽ പോലീസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവും, അന്വേഷണവും കുഴപ്പത്തിലാവും, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കുഴപ്പത്തിലാവും. പ്രത്യേകിച്ച് തെലങ്കാനയിൽ ഈ മതപരിവർത്തന ലോബികളെ എന്ത് വില കൊടുത്തും സഹായിക്കണമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന രേവന്ത് റെഡ്ഡിയെ പോലൊരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ തമിഴ്നാട്ടിലായിരുന്നു ഈ സംഭവം നടന്നിരുന്നെങ്കിൽ അവിടെ ജോസഫ് വിജയ് തന്നെയാണ് സ്പീക്കർ പോലും പെന്തക്കോസ്തുകാരനാണ്. പെന്തക്കോസ്റ്റല്ല, ബൈബിൾ വിതരണ, ഞാൻ പറഞ്ഞല്ലോ, യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം, ആ മനോഭാവത്തോടുകൂടി മതപരിവർത്തന മാഫിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. അത്തരത്തിലുള്ള ആളുകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയും ഗുരുതരമായൊരു ആരോപണത്തിൻ്റെ പിന്നാലെ അന്വേഷണവുമായി പോകാൻ പോലീസ് ഒന്ന് അറയ്ക്കും. ആ അറപ്പും കൂടിയാണ് ഇത്തരത്തിലുള്ള മതപരിവർത്തന മാഫിയകളുടെ ബലം. ആ ബലം വരുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭരണകൂടത്തിൽ നിന്ന് തന്നെയാണ്. രേവന്ത് റെഡ്ഡിയുടെ കാര്യം പറഞ്ഞാൽ, രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ വളരെ അപകടകരമായൊരു കളിയാണ് കളിക്കുന്നത്. ഈ ക്രിസ്ത്യൻ മതപരിവർത്തന മാഫിയയ്ക്ക് എല്ലാ സഹായങ്ങളും, നിയമം കണ്ണടയ്ക്കുന്നതുൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന രേവന്ത് റെഡ്ഡി അതിനൊരു പരിഹാരമെന്ന വണ്ണം ജിഹാദികളെ പ്രീണിപ്പിക്കുന്നത് വളരെയധികം ഹീനമായ തരത്തിലുള്ള ഹിന്ദു ദംസനത്തിലൂടെയാണ്. അമ്പലങ്ങൾക്ക് മേലുള്ള കടുത്ത നടപടികൾ, ജിഹാദികൾക്കുള്ള ഇളവുകൾ, ഇവയെല്ലാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഭരണകൂടമാണ് തെലങ്കാനയിലുള്ളത്. ജോസഫ് വിജയുടെ കാര്യം പറഞ്ഞാലും ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലെ സമ്പത്ത് ഉപയോഗിച്ച് സ്റ്റാലിൻ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന 254 പദ്ധതികൾ റദ്ദ് ചെയ്തു എന്നുള്ളതിനപ്പുറം തിരുപ്പുറംകുன்றത്തെ കാർത്തിക ദീപം വിഷയത്തിലായാലും മതം മാറിയ, സനാതനധർമ്മം വിട്ട് ജിഹാദിയായി മാറിയ ഒരുവന് റിസർവേഷൻ അർഹതയുണ്ട് എന്ന് തീരുമാനിച്ച സർക്കാരിൻ്റെ, സ്റ്റാലിൻ സർക്കാരിൻ്റെ ഒരു ഉത്തരവിനെ മദ്രാസ് ഹൈക്കോടതി റദ്ദ് ചെയ്തിരുന്നു. എന്തുകൊണ്ട് ആ റിസർവേഷൻ അയാൾക്ക് അർഹതയില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതിനെതിരെ കോടതിയിൽ പോയിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് സനാതനധർമ്മത്തെയും ഹിന്ദുത്വത്തെയും ഹിന്ദുമതത്തെയും തകർക്കുവാനുള്ള എല്ലാ നടപടികളും തന്നാൽ കഴിയുന്നത് ജോസഫ് വിജയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തെലങ്കാനയിലും തമിഴ്നാട്ടിലും ഒരല്പം ഗുരുതരമാണ് കാര്യങ്ങൾ. അത്തരം ഗുരുതരമായി ആ സമൂഹത്തിൽ നടമാടുന്ന ഇത്തരം സംഭവങ്ങളെ, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതിഭാസങ്ങളെ ഭയപ്പെട്ട് ഹിന്ദുക്കൾ അവിടെ ജീവിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണോ ഈ രവികുമാറും ശ്രീഷയും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം കണ്ടെത്തി നമ്മുടെ മുൻപിൽ കൊണ്ടുവരുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുവാനും ആഗ്രഹിക്കുവാനും മാത്രമേ സാധിക്കുകയുള്ളൂ. കേന്ദ്ര ഏജൻസികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുണ്ടായാൽ ഒരുപക്ഷെ സത്യങ്ങൾ പുറത്തു വന്നേക്കാം. പക്ഷേ 14 വയസ്സുള്ളൊരു മകനാണ് ആ കുടുംബത്തിൽ ഇന്ന് ഏറ്റവും മുതിർന്ന വ്യക്തി. രവികുമാറിൻ്റെയും ശ്രീഷയുടെയും മകനായ 14 വയസ്സുകാരൻ. ആ 14 വയസ്സുകാരൻ എത്രത്തോളം നിയമപരമായിട്ടുള്ള ഇത്തരം ആവശ്യങ്ങളുമായിട്ട് കേന്ദ്ര ഏജൻസികൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മഹത്യ അന്വേഷിക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. സന്നദ്ധ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാമ്പത്തിക ഞെരുക്കം എന്നുള്ളൊരു വസ്തുത ആ കുടുംബത്തെ ചൂഴ്ന്നു നിന്നതിനാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ഥിരീകരണം വരട്ടെ എന്ന് കരുതി കാത്തു നിൽക്കുകയാണ് അവരുമെന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. എന്തായാലും രവികുമാറിനും ശ്രീഷയ്ക്കും മേൽ മതപരിവർത്തനത്തിനുള്ള സമ്മർദ്ദമുണ്ടായിട്ടുണ്ട് അയൽവാസികളിൽ നിന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ആ സമ്മർദ്ദം ഏതൊരു തലം വരെ പോയിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്കറിയുവാനുള്ളത്. അത് മാനസിക സമ്മർദ്ദമാണോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള നിർബന്ധമാണോ, ഈ കടക്കണിയിൽ പെടുത്തിയതിന് ശേഷം ആ കടം വീട്ടാം മതപരിവർത്തനം നടത്തിയാൽ എന്നുള്ള വാഗ്ദാനങ്ങളാണോ, ആ വാഗ്ദാനങ്ങളിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കുവാൻ, അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങളിൽ അവർ പ്രലോഭിതരാകുവാൻ വേണ്ടി സമ്മർദ്ദ സാഹചര്യങ്ങൾ അവർക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ, ഇതെല്ലാം അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ്. അന്വേഷണ സംഘം പക്ഷേ അതീവ ജാഗ്രതയോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്, അതീവ ജാഗ്രതയോടെ അന്വേഷിക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത്, അന്വേഷണ സംബന്ധിയായ തീരുമാനങ്ങളെ അതീവ ജാഗ്രതയോടുകൂടിയാണ് അവർ എടുക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് മനസ്സിലാക്കുക, വ്യത്യാസമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതായതുകൊണ്ട് ഈ വിഷയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉള്ള അന്വേഷണങ്ങളാണ് ഏറ്റവും ഉത്തമമായത് എന്നാണ് ഇപ്പോൾ വലതുപക്ഷവും BJPയും അവിടെ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ താമസിയാതെ തന്നെ പുറത്തു വരും. ആ വരുന്ന വിവരങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യമായ ഗൗരവമേറിയ നീക്കമുണ്ടായാൽ അതും പ്രേക്ഷകരുടെ മുമ്പിൽ തത്വമായി യഥാസമയം അവതരിപ്പിക്കുന്നതാണ്. അതുവരെ ഈ വിശകലനത്തിൻ്റെ, ഈ ഒരു വാർത്തയെ സംബന്ധിച്ച, അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക.
അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.